എന്താണ് ന്യൂസിലൊക്കെ വരാൻ തുടങ്ങിയെന്ന് ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി. അറിയില്ല ഇനിയിപ്പോ അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. Are filing a case against each and every one of them. We are not going to spare anyone who abuses for no reason without even knowing us. ഞങ്ങളെ അറിയ പോലും ചെയ്യാതെ തോന്നിവാസം എഴുതുന്ന പത്തരമാറ്റ സീരിയലില് ദിവ്യ ശ്രീധറിനെ ക്രിസ് വേണുഗോപാലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർ കല്യാണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര മില്യൺ വ്യൂസ് ആണ്. ബിക്കോസ് അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അല്ലെ. പക്ഷേ ഇവർ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ ഇവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് രൂക്ഷമായ സൈബർ ബുള്ളിംഗ് ആണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബോധവും വിവരവും ഇല്ലാത്തവന്മാർ വന്നിരുന്ന് ഇവരെ കമന്റിലൂടെ വന്നിരുന്ന് തെറി വിളിക്കുവാണ്. പ്രത്യേകിച്ച് ആ പുള്ളിയുടെ ആ ഒരു പ്രായവും പ്രത്യേകിച്ച് ആ ഒരു താടിയും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ. എന്തായാലും പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാൻ തന്നെയാണ് പുള്ളിയുടെ തീരുമാനം. എന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. കാര്യം ഒരു കാര്യമില്ലാത്ത സോഷ്യൽ മീഡിയ വഴി സൈബർ ബുള്ളിംഗ് ചെയ്യുന്നത് ശരിയുള്ള പരിപാടിയല്ല. ഇതിപ്പം നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കേസസ് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ഇത് കൂടി വരുവാണ്, കുറവൊന്നുമില്ല. പല ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് പച്ച തെറി വന്ന് എഴുതി വിടുവാണ്, അല്ലെങ്കിൽ വളരെ വൾഗർ ആയിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള കമന്റുകൾ ഇടുവാണ്. എന്തായാലും നമുക്ക് ക്രിസ് വേണുഗോപാൽ ഇട്ട വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഫ്റ്റർനൂൺ ഈ ലൈവ് വരാൻ കാരണം കഫേ വൈബ് എന്നൊരു ചാനൽ എന്നെക്കുറിച്ചും എൻ്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. അതിന്റെ താഴെ കമന്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത്. അതർവൈസ് ഐ എം ഫയലിംഗ് എ കേസ് അഗേൻസ്റ്റ് എവ്രി വൺ ഹൂ ഇൻഡയറക്ട്ലി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതിൽ എനിക്കും എൻ്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. വി ആർ ഫയലിംഗ് എ കേസ് അഗേൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ. ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവരും വരുന്ന ഓരോ ആൾക്കാരോടും 82ഓളം ആൾക്കാരുണ്ട്, എല്ലാവരോടും താങ്ക് യു ഉണ്ട്. കഫേ വൈബ് എന്ന് പറയുന്ന ഒരു ചാനലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ട് കഥകൾ അടിച്ചിറക്കുവാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആയി എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ശരിക്കും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവർ തന്നെ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വന്തമായിട്ട് ഓരോ ന്യൂസ് പടച്ചു വിടുവാണ്, വ്യൂസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും കേട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവർ ലീഗൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെ പറയത്തുള്ളൂ. ശരിക്കും പറഞ്ഞത് ഇത് എത്ര നാളായി. പിന്നെ ഇതിനകത്ത് ഫിറോസ് ഖാന്റെ പേര് പറയുന്നുണ്ട്. ബിഗ് ബോസിലെ ഫിറോസ് ഖാനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബിഗ് ബോസിലെ ഫിറോസ് ഖാൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ്. കാര്യം നമ്മളെ ഒരാളെ വന്നിരുന്ന് കളിയാക്കുക, അങ്ങനെയൊക്കെ ഉള്ള വല്ലാത്ത രീതിയിൽ കമന്റ് ഇടുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം അഗൈൻ സെയിങ്, മോശമായ കമന്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ആ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഐ റിപ്പീറ്റ്, there have been a few videos with very wrong titles being posted by a channel called Cafe Vibe and many other channels also. Cafe Vibe is the one who posted within 2-3 days. I'm busy with my work and that's why I've not filed the case yet. But yes, all those people, especially a person by name Firoz Khan, his ID is Firoz Khan, and others who are writing very vile and vulgar comments, we are filing a case against each and every one of them. We are not going to spare anyone who abuses for no reason without even knowing us. ഞങ്ങളെ അറിയ പോലും ചെയ്യാതെ തോന്നിവാസം എഴുതുന്ന നിങ്ങൾക്കെതിരെ, ആരാണോ അത് എഴുതുന്നത് അവർക്കെതിരെ തീർച്ചയായിട്ടും ലീഗൽ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. ആൻഡ് ഐ ആം സേയിങ് യു ഷുഡ് നോട്ട് ഡു ദിസ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്. ഇത് തെറ്റെന്ന് പറയാൻ കാരണം ഒരാളെയും നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ ഒരു അധികാരവും ഇല്ല. യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു ഡിഫെയിം ഓർ kind of post vulgar comments like you are doing now. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യത്തിനും I'm not coming for any kind of say, I'm not asking you about my family life, how I should live or how I should be living, but these vulgar comments are very, very nasty and I strongly say that action will be taken. If I come back and find these comments or these videos online still, then yes, every name,
every channel which posted wrong titles just for the sake of getting some money, I'm filing a case against them because this is defaming us, spreading false news, bullying and cyberbullying, especially harassment, violent, vulgar sexual comments against us. It is not tolerated. I repeat, I am going ahead with a strong legal case. So you have a few days left before which I finish my work and come back. You have time to decide whether you want to still post such vulgar comments and legal action will be taken. I'm feeling very sorry for you because your family deserves a little more respect. Unlike what the kind of posts you're posting or the comments you're writing, your family deserves a better human. That is what I have to say. നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരാളെ കിട്ടേണ്ടതായിരുന്നു. നിങ്ങളെപ്പോലത്തെ ഒരാൾ. അപ്പൊ ഇത് തന്നെയാണ് ഈ പുള്ളിക്കാരൻ വീഡിയോക്കകത്ത് തന്നെ പറയണത്. അതായത് ഇനി ഇതുപോലുള്ള വീഡിയോസോ അല്ലെങ്കിൽ കമന്റ്സോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കേസ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ പറയണത് ഇത് ഒരിക്കലും വെച്ച് താമസിപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ കേസ് കൊടുക്കണമെന്ന് തന്നെ പറയത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ തോന്നിവാസമല്ലേ, ഒരാളെ പേഴ്സണലി അറിയാതെ വന്നിരുന്നിട്ട് മോശം പറയുക. പേഴ്സണലി നമുക്ക് അറിയാമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ചുമ്മാ വന്നിരുന്ന് വൾഗറായിട്ട് കമന്റ് ഇടുവാണ്. അതായത് അവർക്ക് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പം എന്താണ് കുറേ ന്യൂസസ് പുറത്ത് വരുന്നത്, രണ്ടുപേരും പിരിഞ്ഞു എന്നുള്ളൊക്കെ രീതിയിൽ വളരെ ഫേക്ക് ആയിട്ട് അടിച്ചിറക്കുന്ന ന്യൂസാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് ആരും അത് കേട്ടിട്ട് വിശ്വസിക്കാൻ നിൽക്കരുത്. കാര്യം കുറച്ച് മുന്നേ തന്നെ ഈ പറയുന്ന പുള്ളിയുടെ വൈഫായിട്ടുള്ള ദിവ്യ ശ്രീധറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഓൺ വോയിസിൽ വരാൻ കാരണം എനിക്ക് ഏട്ടൻ ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് ന്യൂസിലൊക്കെ വരാൻ തുടങ്ങിയെന്ന് ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി. അറിയില്ല ഇനിയിപ്പോൾ അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്, ഇതൊരു സ്പെഷ്യൽ വീക്കാണല്ലേ. ആ വീക്കിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എനിക്കിത് ഫസ്റ്റ് തന്ന ഗിഫ്റ്റാണ്, അയച്ചു തന്നതാണ് ഗിഫ്റ്റാണ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്കിന്റെ ഒരുപാട് ഷെയ്ഡ്സുകൾ ഏട്ടനെ അറിയാം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക്. ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ എനിക്കിത് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ എന്താണ് ഇതാ ചോക്ലേറ്റ്, ഡയറി മിൽക്ക്. പിന്നെ ഇതാ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് അയച്ചു തന്നിട്ടുണ്ട്. നല്ല കണ്ടല്ലോ, അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ ഈ ഡിവോഴ്സിന്റെ കേസ് കണ്ടില്ല, അവർ തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് അടിച്ചിറക്കുന്നത്. ദയവേത് ഇത്തരത്തിലൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഈ ഓരോ യൂട്യൂബ് ചാനലിലേക്ക് താഴെ പോയിട്ടുള്ള കമന്റ്സ് കാണണം, ഞാൻ വായിച്ചു തരാം. ഈ കിളവനും കിളവിക്കും ഇവരുടെ സ്വകാര്യ ജീവിതം മീഡിയയിൽ കിടന്ന് എന്തിനാണ് ആഘോഷിക്കുന്നത്? അതായത് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ പോയിട്ടുള്ള കമൻ്റാണ്. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതായത് അവരുടെ ലൈഫാണ്, അത് അവർ തീരുമാനിച്ച് അവരടിപൊളിയായിട്ട് ജീവിക്കുന്നു. എന്തിനാണ് വെറുതെ പോയി അവരെ സൈബർ ബുള്ളിങ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്? അവരൊരു ദ്രോഹത്തിനും വരുന്നില്ല. അവരുടെ കാര്യം നോക്കി പോവാണ്. അവർ ജീവിക്കട്ടെ. എന്തിനാണ് ഇനി അവരെ ശല്യം ചെയ്യാനായിട്ട് പോകുന്നത്? ഫിറോസ് ഖാനൊക്കെ ബിഗ് ബോസിലെ ഫിറോസ് ഖാൻ ആണെങ്കിൽ അങ്ങനെയൊക്കെ വല്ല കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര തോന്നിയതാണ്. കാര്യം ഫിറോസ് ഖാൻ ഇടയ്ക്ക് വെച്ചിട്ട് വന്ന് മമ്മൂട്ടി പറ്റിയിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, വളരെ മോശമായിട്ടുള്ള രീതിയിൽ. അത് നമ്മളെടുത്ത് വെച്ച് വീഡിയോ ചെയ്തതുമാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കാത്തുള്ള രീതിയിലോട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.